നമ്മൾ അല്പസമയം മുൻപാണ് വീണ ജോർജ് ജെ.പി. കൂടിക്കാഴ്ച അത് പോസിറ്റീവ് എന്നാണ് ആരോഗ്യമന്ത്രി വിശേഷിപ്പിച്ചത്. പക്ഷേ സമരസമിതിയുടെ പ്രതികരണം വരികയാണ്. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം അത് നേരത്തെ തന്നെ കേന്ദ്രം പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിയതാണെന്നാണ് ആശാപ്രവർത്തകർ പറയുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി മന്ത്രി വീണ ജോർജ് ഇന്ന് നടത്തിയ ചർച്ചയിൽ പുതിയതായി ഒന്നും ഇല്ല എന്നാണ് ആശമാരുടെ നിലപാട്. ഇൻസെന്റീവ് എത്ര രൂപ വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പ് പോലും വാങ്ങാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നും സമരസമിതി നേതാവ് എം.എ. ബിന്ദു കുറ്റപ്പെടുത്തി. അതിനിടെ ആശാവർക്കർമാരുടെ സമരത്തിന് ഒടുവിൽ പിന്തുണ പ്രഖ്യാപിച്ച INTUC-യും രംഗത്തെത്തിയിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അമൽ, വളരെ പോസിറ്റീവായ ഒരു ചർച്ച എന്നുള്ളതാണ് വീണ ജോർജിന്റെ ആദ്യത്തെ പ്രതികരണം. കേന്ദ്രം ഇൻസെന്റീവ് ഉയർത്തിയാൽ സ്വാഭാവികമായും 60-40 എന്ന തലത്തിൽ സംസ്ഥാനവും ഉയർത്തേണ്ടി വരും എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. പക്ഷേ സമരസമിതി നേതാക്കൾ വിഷയത്തിലെടുക്കുന്ന ഇന്നത്തെ ചർച്ചയെ എങ്ങനെയാണ് കാണുന്നത്? ചർച്ച കഴിഞ്ഞുള്ള തീരുമാനം വരുന്നു. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വലിയ മഴയാണ് തിരുവനന്തപുരത്ത്. ഇവരുടെ ഈ സമരപ്പന്തലിനോട് ചേർന്ന മുന്നിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ തന്നെ അവർ അകത്തേക്ക് കടന്നിരുന്നിട്ടുണ്ട്. ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ സന്ദർശനം കഴിഞ്ഞുള്ള പ്രതികരണം ഡൽഹിയിൽ നിന്ന് നമ്മൾ കേട്ടതാണ്. ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയി ചർച്ചയൊക്കെ നടത്തിയായിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം കേന്ദ്രത്തിൻ്റെ പരിഗണനയിലുണ്ടെന്നാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എങ്ങനെയാണ് എൻ്റെ പ്രതികരണം? തീർച്ചയായിട്ടും കേന്ദ്ര ആരോഗ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമെന്ന്. ഞങ്ങൾ അന്നേ തന്നെ പറഞ്ഞിരുന്നു. കേരളത്തിലെ ആശാവർക്കർമാർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സമരം ഇന്ത്യയിലെ 10 ലക്ഷത്തോളം ആശാവർക്കർമാർക്ക് അങ്ങനെയാണെങ്കിൽ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി ചർച്ച ചെയ്യാൻ പോയെങ്കിലും അതിനെ സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. എപ്പോൾ തരും, എത്ര വർദ്ധിപ്പിക്കും എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതൊരു തീർത്തും ഒരു ആശങ്ക തന്നെയാണ്, എപ്പോഴാണ് വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്. പക്ഷേ വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, ഇപ്പോൾ 62 വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക എന്നീ തുടങ്ങിയ കാര്യങ്ങൾക്കകത്ത് യാതൊരു തീരുമാനവും നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നില്ല എന്നുള്ളൊരു വളരെ ഖേദകരമായൊരു സാഹചര്യം കൂടെയുണ്ട്. അതാണ് അടിയന്തരമായി പരിഗണിക്കേണ്ടുന്നത്. അത് പരിഗണിക്കാതെ പിന്നെ ഒരു കാര്യവും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ ഈ മഴയത്തും വെയിലത്തുമൊക്കെ ആയി സമരം ചെയ്തതിനോട് കുറേ ദിവസമായി. ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയി ചർച്ച നടത്തി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം INTUC-യുടെ ഒരു പിന്തുണ കൂടി ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഒരു പിന്തുണ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പിന്തുണ എത്തി. ഞങ്ങളെപ്പോലുള്ളൊരു സ്വതന്ത്ര സംഘടനയെ INTUC പോലുള്ളൊരു വലിയൊരു സംഘടനയ്ക്ക് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും പിന്തുണയ്ക്കുമെന്ന് പറയുന്നത് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. INTUC-യുടെ നിരവധി ഘടകങ്ങൾ ഇതിനോടകം ഇവിടെ വന്ന് കോൺഗ്രസ്സുകാരും ഒക്കെ വന്ന് ഞങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യമന്ത്രി ഡൽഹി പോയിട്ട് മടങ്ങിയെത്തിയ ശേഷം നിങ്ങളുമായൊരു ചർച്ച പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മന്ത്രി അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കേട്ടത്. ഉടനെ തന്നെ ഒരു ചർച്ച ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് ഡൽഹിയിൽ പോയി ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ചയോടുള്ള ആശാപ്രവർത്തകരുടെ പ്രതികരണം ഇങ്ങനെയാണ്. അവർ പറയുന്നത് ഈ പറയുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് പുതിയ പ്രഖ്യാപനമല്ല, അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി തിരികെ എത്തിയ ശേഷം സംസ്ഥാന ആരോഗ്യമന്ത്രി ഇവരെ വിളിച്ച് വീണ്ടും ഒരു ചർച്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇവർ. അതെ, തീർച്ചയായും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് നാട്ടിൽ വന്നതിന് ശേഷം ഒരു ചർച്ചയും കൂടി നടന്നു. അവർക്ക് അറിയേണ്ട കാര്യം ഓണറേറിയം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് എത്ര വർദ്ധിപ്പിക്കും, എപ്പോൾ വർദ്ധിപ്പിക്കും, ഈ 2 കാര്യമാണ് ഇനി അവർക്ക് അറിയേണ്ടത്. ഇൻസെന്റീവ് എത്ര കൂട്ടും, എപ്പോൾ കൂട്ടും, അവരുടെ കയ്യിലേക്ക് ആ പണം അവർക്ക് അർഹതപ്പെട്ട അവർ ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയായി അതെപ്പോൾ കിട്ടുമെന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. തീർച്ചയായും വ്യക്തമായ ഒരു രൂപരേഖയാണ് അവർക്ക് വേണ്ടത്, വ്യക്തമായ ഒരു ഉറപ്പാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ രാപ്പകൽ സമരം, മഴയത്തും വെയിലത്തും ഒക്കെ അവർ ഈ സമരം ചെയ്യുന്നത്. കൃത്യമായ ഒരു ഉത്തരം കിട്ടാതെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെയാണ് സമരക്കാർ പറയുന്നത്.